നമ്മളിന്ന് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി മിഠായിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി മിഠായിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളൊരു ബീട്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് വലിയ ബീട്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ പകുതി മതി നമുക്ക്. നമുക്കിത് പകുതി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പകുതി കഷ്ണം മതി. അപ്പോൾ പകുതി കഷ്ണം നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇട്ട് നമുക്ക് അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ബീട്രൂട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്കൊരു 100 ഗ്രാം പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് വേവിച്ച വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കുറുതായി വരണം. തിളച്ച് നന്നായിട്ട് കുറുതായി വരണം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ വേറെ എവിടേക്കും പോകരുത്. ഇനി നമുക്ക് നന്നായിട്ട് കുറുതായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുറുതായി വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പാകം നോക്കണം. പാകം നോക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇവിടെ എടുക്കാൻ കിട്ടണുണ്ട്. നന്നായിട്ട് ബോളാക്കി എടുക്കാൻ കിട്ടണുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് കത്തി പോകാൻ ചാൻസ് ഉണ്ട്. അടി പിടിച്ച് പോവും. ഇത് നമ്മൾ തന്നെ റെഡി ആക്കിയിട്ടുള്ള ഒരു മോൾഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മോൾഡ് ഉള്ളവർക്ക് മോൾഡിൽ ഒഴിക്കാം. നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ മോൾഡ് തയ്യാറാക്കുമ്പോൾ ഒരു ബട്ടർ പേപ്പറും കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വിടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമുക്ക് എല്ലാത്തിലും നമുക്ക് ഫില്ല് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതൊന്ന് കട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മിഠായിയൊക്കെ 1 മണിക്കൂർ കഴിഞ്ഞു. അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ മോൾഡ് ഉണ്ടാക്കിയത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് വിടിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളോട് ബട്ടർ പേപ്പറും കൂടി വെച്ചോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മിഠായിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കി അഭിപ്രായം പറയുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.